ഭാരതീയ നവോത്ഥാന നായകനും ശ്രീനാരായണ ഗുരുദേവന്റെ ഗുരുവുമായിരുന്ന അയ്യാ ഗുരു അനുസ്മരണ സമ്മേളനവും രാമായണ മഹോത്സവവും വിവിധങ്ങളായ രാമായണങ്ങളുടെ പ്രദർശനവും ആദരം പരിപാടിയും ജൂലൈ 20 ഞായറാഴ്ച പടിഞ്ഞാറെ ചിറയ്ക്കടുത്തുള്ള തൃശൂർ താലൂക്ക് NSS ഓഡിറ്റോറിയത്തിൽ നടന്നു. സമ്പൂർണ്ണ സൂക്ഷ്മ രാമായണ കർത്താവും എഴുത്തുകാരനുമായ ആറ്റൂർ സന്തോഷ് കുമാർ സ്വാഗതം ആശംസിച്ചു. കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിന്റെ നവോത്ഥാന പാതയിൽ തൈക്കാട് അയ്യാ ഗുരു വഹിച്ച പങ്ക് മഹത്തരമാണെന്ന് കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ രവീന്ദ്രൻ അഭിപ്രായപ്പെട്ടു. അദ്ദേഹത്തിന് തമിഴ് സാഹിത്യത്തിൽ, തമിഴ് ഭാഷയിൽ അഗാധമായ പാണ്ഡിത്യമുണ്ട്. പല രചനകളും, അദ്ദേഹം ഒരു എഴുത്തുകാരൻ കൂടിയായിരുന്നു. പല രചനകളും തമിഴ് സാഹിത്യത്തിലാണ്, തമിഴ് ഭാഷയിലാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത്. 19-ാം നൂറ്റാണ്ടിലും 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ ദശകങ്ങളിലുമൊക്കെ ഇന്നത്തെ കേരളം എന്തായിരുന്നു എന്ന് ഇന്നത്തെ തലമുറയ്ക്ക് അത് മനസ്സിലാകണമെങ്കിൽ, അത് ബോധ്യം വരണമെങ്കിൽ അയ്യാ ഗുരുവിനെ പഠിക്കാതെ ഒരിക്കലും അത് മനസ്സിലാക്കാൻ കഴിയില്ല. എഴുത്തുകാരനും മാധ്യമപ്രവർത്തകനുമായ ശശി കളരിയേൽ അധ്യക്ഷത വഹിച്ചു. അയ്യാ മിഷൻ ചെയർമാൻ ഡോക്ടർ ജി രവികുമാർ അയ്യാ ഗുരു അനുസ്മരണ പ്രഭാഷണം നടത്തി. ശ്രീരാമകൃഷ്ണ ആശ്രമം മുഖപത്രമായ പ്രബുദ്ധ കേരളത്തിന്റെ പത്രാധിപർ സ്വാമി നന്ദാത്മജാനന്ദ രാമായണ മഹോത്സവം ഉദ്ഘാടനം ചെയ്തു. പത്മനാഭൻ മണത്തണയുടെ അപൂർവ ശേഖരത്തിലെ 237 വിവിധ രാമായണങ്ങളുടെ പ്രദർശന ഉദ്ഘാടനം ശിവഗിരി മഠം സെക്രട്ടറി സ്വാമി ശിവസ്വരൂപാനന്ദപുരി ഉദ്ഘാടനം ചെയ്തു. തൃശൂർ കോർപ്പറേഷൻ കൗൺസിലർ പൂർണിമ സുരേഷ്, സാമൂഹ്യ പ്രവർത്തകൻ കരീം പന്നിത്തടം എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. തുടർന്ന് വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെ ഉപഹാരം നൽകി ആദരിച്ചു. അയ്യാ ഗുരു മഹോത്സവം കോർഡിനേറ്റർ ദിനേശ് തോട്ടപ്പള്ളി നന്ദി പറഞ്ഞു. ജോബി ഫ്രാൻസിസ് മനോഹരമായി പ്രോഗ്രാം അവതരണം നിർവഹിച്ചു. വൈകിട്ട് നടന്ന രാമായണ സാംസ്കാരിക സമ്മേളനം സംസ്ഥാന സന്യാസി സഭ രക്ഷാധികാരിയും ആദിശങ്കര അഗാഡ ദേശീയ സെക്രട്ടറിയുമായ സ്വാമി സാധു കൃഷ്ണാനന്ദ സരസ്വതി ഉദ്ഘാടനം ചെയ്തു. ശശി കളരിയേൽ അധ്യക്ഷത വഹിച്ചു. മുരളിസ്വാമി രാമായണ സന്ദേശം നൽകി. ജി രവികുമാർ, കൗൺസിലർ പ്രസാദ് തുടങ്ങിയവർ സംസാരിച്ചു. ആറ്റൂർ സന്തോഷ് കുമാർ സ്വാഗതവും ദിനേശ് തോട്ടപ്പള്ളി നന്ദിയും പറഞ്ഞു. തുടർന്ന് പ്രേം നസീർ കലാസാംസ്കാരിക സംഘം അവതരിപ്പിച്ച രാമായണ മാധുരി എന്ന പരിപാടിയും നടന്നു. രാമായണ മഹോത്സവത്തിൽ പങ്കെടുക്കുന്നതിനും അപൂർവമായ രാമായണ ഗ്രന്ഥങ്ങളുടെ പ്രദർശനം കാണുന്നതിനും നിരവധി പേരാണ് എത്തിച്ചേർന്നത്. ATK ന്യൂസ്, തൃശൂർ.